തട്ടുകാട് ബെൽസനെ 3-4 പേര് ഇടിച്ച് കോമയിലാക്കി എന്ന് പറഞ്ഞാ അത് വിശ്വസിക്കാൻ ഇത്തിരി പാടാ. ഇത് കാശടിക്കാൻ വേണ്ടി സുനി ഇറക്കിയ ഏതോ ഡമ്മി പീസാന്നാ എനിക്ക് തോന്നുന്നത്. അവന്മാരെ പറ്റി ഞാൻ അന്വേഷിച്ചു. നാട്ടിൽ തല്ലുണ്ടാക്കി നടക്കുന്ന ലോക്കൽ ചാപ്രി ടീമാണ് അവന്മാർ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പക്ക സിനിമാറ്റിക് ആയിരിക്കണം. ഒരു ഹീറോ കളിയാണ് കളിക്കേണ്ടത്, മനസ്സിലായോ? ഈ ഹീറോ കളി കളിക്കാൻ താൻ എന്നെ പഠിപ്പിക്കണ്ട. അത്യാവശ്യം കുറെ ഹീറോ കളി കളിച്ചിട്ടുള്ള ഞാൻ. പിന്നെ ഈ കുരിശും വരെയൊക്കെ തന്റെ പിള്ളേരടുത്ത് മതി, എന്റെ പിള്ളേരടുത്ത് വേണ്ട. മനസ്സിലായടാ? മനസ്സിലായി. ഇത്ര ആറ്റിറ്റ്യൂഡ് പോരെ? ഫിറോസെ, ചാക്കോളാസിന്റെ ഡിസ്റ്റിലറി പൂട്ടിക്കാനും അവരെ കെട്ടുകെട്ടിക്കാനും നമ്മളൊരു റേറ്റ് പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് തരാൻ നിനക്കെന്തത്ര മടി? പറഞ്ഞുറപ്പിച്ചതും അഡ്വാൻസ് കൊടുത്തതും ബെൽസനല്ലേ? ബെൽസൺ വന്ന് ചോദിക്കട്ടെ, അപ്പൊ ഒരു പെനി കുറയാതെ ഫുൾ സെറ്റിൽമെന്റ് ചെയ്തേക്കാം. ഓക്കെ, നീ ഇപ്പൊ പോവാൻ നോക്കും മനസ്സിനി. ഈ ഇരിക്കുന്ന എന്റെ പാർട്ട്ണർ അമീർ ഭായ് ആരാണെന്ന് നിനക്കറിയോ? അങ്ങ് മുംബൈയിൽ ചോട്ടാ ഷക്കീൽ കേട്ടിട്ടുണ്ടോ? ആ ഷക്കീൽ ഗ്യാങ്ങിലെ മെമ്പറാണ് ഈ അമീർ ഭായ്. ഇയാള് ചോട്ടാ ഷക്കീലയുടെയോ മറിയയുടെയോ രേഷ്മയുടെയോ ആരുടെ ആള് വേണമെങ്കിലും ആയിക്കോ. അതിനിപ്പോ ഞങ്ങൾക്ക് എന്തോ വേണം ഇല്ലടാ? ഇവിടെ ഇപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാ. ഓ, വെറുതെ ഒരു ചോരക്കളിക്ക് നിക്കണ്ട. ചുമ്മാ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാതെ പോവാൻ നോക്കടാ. ഉമ്മാക്കിയല്ല, തുപ്പാക്കിയുണ്ട്. മര്യാദയ്ക്ക് സെറ്റിൽ ചെയ്തിട്ട് പോവാൻ നോക്കടാ, ഇല്ലെങ്കിൽ തീർത്ത് കളയാൻ. റിലാക്സ് റിലാക്സ് റിലാക്സ്. സെറ്റിൽ ചെയ്യാം. വെറുതെ എന്തിനാ ഉണ്ട തീർക്കുന്നത്? അല്ല അമീർ ഭായ്, ഞങ്ങൾ ഇപ്പൊ തന്നെ എല്ലാം സെറ്റിൽ ചെയ്യാം. മനസ്സിലായില്ലേ? ആന്റെ പേട്ടാ, നിങ്ങൾ ഹീറോ കളി കളിക്കുമെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പൊളിച്ചെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ കൊട്ടേഷൻ പരിപാടി ഇത്ര എളുപ്പമായിരിക്കുന്നു ഞാനും വിചാരിച്ചില്ല. കൊള്ളാം കേട്ടോ ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ ഈ അധോലോകത്തിടന്ന് നമ്മളൊരു വേലസും. ആനപ്പേട്ടന്റെ ഇതുപോലെ അങ്ങ് നിന്ന് നിന്നാ മതി. പിന്നെ ഒരുത്തരം നമ്മളെ വട്ടം വയ്ക്കാൻ പറ്റില്ല. എന്നും നമ്മളിങ്ങനെ കൂടിയുണ്ടോ? അതെ.